ஆண்டி அதுக்கு எதுவும் ஆகாது, அழாத ஆண்டி. ஹில் பி ஆல் ரைட். എനിക്ക് പയ്യനെ പാക്കണം. ഡാ, നീ ഫ്ലാറ്റൊക്കെ തുറന്നിട്ടിട്ട് എവിടേക്കാ പോയേ? ഞാൻ ടെറസിലായിരുന്നു. എന്തുപറ്റി? നമ്മുടെ നരേഷിനെ ആരൊക്കെ ചേർന്ന് തല്ലി. ആര്? ഞാൻ പറയാം. ശ്രീയും നരേഷിന്റെ അച്ഛനും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുക. എന്തുപറ്റി? എന്താ കാര്യം? എന്താ? പയ്യനെ പാക്കണം. ഞാൻ കൂട്ടിട്ട് പോരാ ആന്റി. ഡോണ്ട് വറി. അഴാതെ ആന്റി, അഴാതെ. ഡാ, നീ കുഞ്ഞിനോ നോക്കൂ. ആന്റി കാം ഡൗൺ ആന്റി. അഴാതെ ആന്റി. എനിക്ക് ഭയമാ இருக்கு നദിയ. நாங்க இருக்கோம்ல, டோன்ட் வரி ஆண்டி. നരേഷിന്റെ ഗേൾഫ്രണ്ട് ഇല്ലേ, അവളുടെ വീട്ടുകാർ തന്നെയാ അവനെ തല്ലിച്ചത്. Why don't we kidnap her, man? Okay, sorry. My bad. All right. Dude, how's your leg, man? Okay, it's better. Hey, Maradona, come in. Hey, இல்ல உள்ள வாங்க. Okay, take care, man. Okay, மச்சான். Okay, man. Okay. Okay. ബൈ മച്ചാ. Bye. ബൈ. Bye. What? Oh. வாங்க உட்காருங்க. ஹே, நான் எடுத்துக்கிறேன். அதெல்லாம் பரவாயில்ல. ஓகே. அம்மா, காஃபி. ஐயோ, காஃபி எல்லாம் வேணாம். ஏன் சிகரெட் மட்டும் தான் பிடிப்பீங்களா? ஆமா, போலீஸ்ல கம்ப்ளைண்ட் பண்ணியாச்சா? இல்ல. ஏன்னா திருப்பி அடிக்க போறீங்களா? தைரியம் இல்லையா? அதெல்லாம் இருக்கு. பட் அடிக்க வந்ததுல ஒரு ஆள் அவளோட கசின். நாளைக்கு நான் மச்சான்னு கூப்பிட வேண்டியது. அப்புறம் அம்மா தெரியும்ல, தியாவோட கசின். அடிக்கிறது மட்டும் பவர் இல்லைங்க, ஃபியூச்சர் நினைச்சு வர எமோஷனை கண்ட்ரோல் பண்றதும் பவர் தான். இன்ஃபேக்ட் அதுக்கு தான் பவர் ஜாஸ்தி வேணும். அதுக்காக என்ன காந்தியெல்லாம் நினைச்சுக்காதீங்க. எனக்கும் ஆக்ஷன் மூவிஸ் ரொம்ப பிடிக்கும். தலைவர் ஃபேன். எனக்கும் பிடிக்கும் ஆக்ஷன் மூவிஸ். ஆமா, உங்க கேர்ள் ஃப்ரெண்டுக்கு உங்க கிட்டார் இல்லாம தூக்கம் வருமா? அதான் நானும் கேட்டேன். ஒரு மாசம் நிம்மதியா பேசலான்னு சொல்றா. சூப்பர். ஓகே நரேஷ். பை. ഇവനൊക്കെ ഇങ്ങനെ രാത്രി മനസ്സമാധാനം ഉറങ്ങാൻ പറ്റുന്നേ അല്ലേ? ഇതൊക്കെ തെറ്റാന്ന് പറഞ്ഞു കൊടുക്കാൻ ഇവർക്കൊരു നല്ല ഫ്രണ്ട് പോലും കാണില്ലേ? അവർക്ക് ഇതൊരു തൊഴില്, അത്രേ ഉള്ളൂ. പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നൊരു പണി. പിന്നെ അതിലൊരു ആണത്വവും ശക്തിപ്രകടനമൊക്കെ ഇല്ലേ, അതുകൊണ്ടായിരിക്കും. ഒട്ടും റെഡിയല്ലാത്തൊരു എതിരാളി അടിക്കുന്നതിൽ എന്താണത്തോടെ ഉള്ളത്? പിന്നെന്താ പറഞ്ഞേ? ശക്തി പ്രകടനം. ഈ കഴിഞ്ഞ ഒളിമ്പിക്സിന് ഗുസ്തിക്ക് ഉൾപ്പെടെ മെഡലും ഉണ്ടെന്ന് ഞങ്ങൾ പെണ്ണുങ്ങളാ. മിണ്ടിപ്പോരും കേട്ടല്ലോ. ഡാ, ഇവിടെ മാനിയെ കാശുണ്ടാക്കാൻ ഒരുപാട് വഴികളുണ്ട്. ആ ചേച്ചിയെ കണ്ടില്ലേ? കൂലിപ്പണിയാ, പക്ഷെ മെനക്കെടണം. ചുമ്മാ ഓരോന്നങ്ങ് പറഞ്ഞോളൂ. നമ്മൾ ജയിക്കില്ലേ മാർട്ടിൻ? ജയിക്കണം. 1 2 അല്ല, ഇലക്ഷൻ ടൈമിൽ ഇറക്കാൻ വെച്ചിരുന്ന 20 കോടി അവനെ ഏൽപ്പിച്ചിരുന്നത്. എല്ലാം പോയി. എപ്പോ വേണമെങ്കിലും ഓർമ്മ തിരിച്ചു വരാന്നല്ലേ ഡോക്ടർ പറഞ്ഞു. നമുക്ക് വെയിറ്റ് ചെയ്യാം. എത്ര നാള് വേസ്റ്റ്? ഈ ഇലക്ഷനിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. ആ പയ്യനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അവനൊന്നും പറയുന്നൊന്നുമില്ല. എപ്പോഴാ എനിക്ക് മറ്റവനെ ഒന്ന് കാണാൻ പറ്റുക? സുധി, ഞാൻ നിങ്ങളെ അന്വേഷിച്ചിറങ്ങുമ്പോൾ വീണ്ടും എന്തിനീ പണിക്ക് പോകണമെന്നാണ് വൈഫ് വെച്ചത്. ആളെ കൊല്ലാനൊന്നുമല്ല, 2 പിള്ളേരെ പിടിച്ചു കൊടുക്കണം, അത്രേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. കൊല്ലുന്നതൊക്കെ
ഞാൻ മതിയാക്കിയതാ. കോയിക്കൽ സാറ് നല്ല ടെൻഷനില്ല. നിന്നെ പൊക്കിയ കൂടെ അവനും കാണും, എളുപ്പത്തിൽ പണിയും തീരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. നീ എന്തായാലും ഒന്നും വിട്ടു പറയില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാനിപ്പോൾ നല്ല ഫ്രസ്ട്രേഷനിലാണ്. ഫ്രസ്ട്രേഷൻ എന്ന് വെച്ചാൽ നല്ല ഫ്രസ്ട്രേഷൻ. ഒന്ന് തോറ്റുപോയ പോലൊരു ഫീൽ. വിൻറ്റേജ് മോഡലല്ലേ, ഒന്ന് കഥയ്ക്കും. Saturn, the solar system's second largest planet. Its signature rings are wide enough to fit between Earth. വാട്സാപ്പിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ ഉറവിടം കേരളം തന്നെയാണോ അതോ മറ്റേതെങ്കിലും സംസ്ഥാനമാണോ എന്നൊന്നും അറിയാതെ വഴിമുട്ടി നിൽക്കുകയാണ് അന്വേഷണ സംഘം. അതിക്രൂരമായ ഈ കൊലപാതക ദൃശ്യം സൈബർ ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. സുധീര കോളേജിൽ വന്നു. ഇല്ലക്കാ, വിളിച്ചിട്ട് ഒരു പടീസേ. എന്താ നീ അവന്റെ വീട് വരെ പോയിട്ട് അവിടുത്തെ സീൻ എന്താ നോക്ക്. ഓക്കേക്കാ. ഇക്ക എന്തെങ്കിലും പ്രശ്നടാ? ഒന്ന് നോക്കണമേ, എന്നിട്ട് വിളിക്കും. ശരിക്കാ. രണ്ടു ദിവസമായിട്ട് മുറിക്കുള്ളിൽ തന്നെ ഒറ്റയിരിപ്പ. ആരോടും ഒന്നും മിണ്ടിയിട്ട് പോലുമില്ല. ചോദിച്ചപ്പോൾ അവൻ്റെ ഏതോ അടുത്ത ഫ്രണ്ടിന് ആക്സിഡന്റ് പറ്റിയെന്നാ പറഞ്ഞേ. ശ്രുതിക്കാണോ? അതെനിക്കറിയില്ല. ദിയ, ഇങ്ങ് വാ. പോട്ടെ, സാരമില്ല.
എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ശ്രുതിക്കിപ്പോൾ എങ്ങനെയുണ്ട്? ശ്രുതിക്ക് പറ്റിയത് ആക്സിഡൻ്റ് ഒന്നുമല്ല, അവരെ കൊന്നതാ. അന്ന് നീ ചോദിച്ചില്ലേ ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ വല്ല ക്രിമിനലായിരുന്നു എന്ന്. കഴിഞ്ഞ ജന്മത്തിലല്ല, ഈ ജന്മത്തിലാ. ഞാൻ ചെയ്തിരുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റിയൊന്നും ചിന്തിച്ചു നോക്കിയിട്ട് പോലുമില്ല. പക്ഷെ എന്തോ നിന്നോടൊക്കെ പറയണം. ഈ പറഞ്ഞ നിന്റെ പാസ്റ്റ് അറിയാതെയാണല്ലോ അവള് നിന്നെ ഇഷ്ടപ്പെട്ടത്. അത്രേ ഉള്ളൂ. അതറിയാത്ത ആർക്കും നിന്നെ സ്നേഹിക്കാൻ പറ്റും. നീയും അതങ്ങ് മറന്നാ മതി. എനിക്ക് അവളോടെല്ലാം സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ അവളെവിടെയാണെന്നൊരു പിടിയില്ല. ഒരു കാമുകനാണോ തൻ്റെ കാമുകിയെ കണ്ടെത്താൻ പാട്?